ആ ഒരു നീയത്ത് ഞങ്ങളെ മനസ്സിൽ പറയണോ മുഅ്മിനേ. എന്തോ സ്വർഗ്ഗ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തി അൽ-അൻഹാർ ഖാലിദീന ഫീഹാ. മുസ്ലിമേ സ്വർഗ്ഗത്തിലെത്തിണ്ടായെങ്ക അവിടെ താഴ്ഭാഗത്തിലൂടെ ഒഴുകി പോണ്ട പുഴയുണ്ടോ? എങ്ങനത്തെ പുഴ? മഴ ബന്നില്ല ഉണ്ടായെങ്ക അതിനെ തണ്ണി ആറിപ്പോണ്ടില്ല. ആ സ്വർഗത്തിലെ നദി എന്തോ പാലിനാലുള്ള നദി, അതുപോലെ തേന് ഒൽകുട നദി, നല്ല ശുദ്ധമായ നദി, നല്ല തണ്ണി ഒൽകുട നദി. ആ നദിയിലെ ഒറുക്ക തണ്ണി കുടിച്ചിട്ടുണ്ടായെങ്ക ആ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ്. രണ്ടാമത് പോയിട്ട് അതേപോലെ തണ്ണി കുടിച്ചിട്ടുണ്ടായെങ്ക ആ ടേസ്റ്റ് അല്ല, വേറെ ടേസ്റ്റ്, അത് രുചി വേറെ. പാല് കുടിച്ചിട്ടുണ്ടായെങ്ക ഇന്ന് ഉച്ചക്ക് പോയിട്ട് ഒരു ഗ്ലാസ് പാല് ആ പൊലയുടെ ഒരത്തെ കോരിയിട്ട് കുടിച്ച നല്ല ടേസ്റ്റ്. അങ്ങനെ പിന്നെ കൊറേ ടൈം കളഞ്ഞിട്ട് പിന്നൊരുക്കെ കുടിക്കണുണ്ടായിട്ട് ആ കുടിക്കണുണ്ടായിട്ടുണ്ടായെങ്ക രണ്ടാമത് കുടിക്കുമ്പോ ആ പാലിന്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് കാണും. കൊറേ പോലെ ഞങ്ങള് ഇന്ന് ദുനിയാവിൽ ഇന്ന് പാല് തൊട്ടപ്പാലിനെ കൊണ്ടിട്ട് ഫ്രിഡ്ജില്ലെങ്കിൽ ഒരു നാൾ കറണ്ട് ഇല്ലെങ്കിൽ ആ പാല് പിന്നെ എന്തികാവും? ഇപ്പൊ ആരും പാല് ഇതെല്ലാം എന്താക്കണ്ട, ജാസ്തി ഫ്രിഡ്ജിലുള്ള സ്റ്റോക്ക് കറണ്ട് ഇവിടെ ഇല്ല അല്ലേ. അപ്പൊ പാല് തെല്ല് സ്മെല്ല് വന്നിട്ടുണ്ടായെങ്കിൽ ഞങ്ങൾ ഔത്തറുകൾക്ക് തെച്ചെങ്കിൽ പിന്നെ ഔത്ത് മനസ്സ് പറയല അല്ലേ. നാത്ത വന്നിട്ട് ദുർഗന്ധത്തിന് മനസ്സ് സഹിക്കാവല്ലേ. ആയെങ്കിൽ ആ മുസ്ലിമേ സ്വർഗത്തിൽ നദിയിൽ ഉൾക്കൊടുത്തേന് പാല്, അത് നല്ല ടേസ്റ്റ്. ആ ടേസ്റ്റ് ഒതുക്കെ കുടിക്കുമ്പോ ടേസ്റ്റ് അത് റാട്ടിൻ ടേസ്റ്റ് കൂടിയോണ്ട് പോണ്ടോ. മുത്തായ നബി തങ്ങ ചൊന്നത് അങ്ങനെയല്ലേ. ആ സ്വർഗത്തില് ദുർഗന്ധ ചൊല്ലത് സ്വർഗത്തിലില്ല, ആ സ്വർഗത്തിൽ നാശ ചൊല്ലത് സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ ഒന്നാമത്തെ പ്രത്യേകം മനുഷ്യൻ അവിടെ നാശാച്ചുള്ളതൊന്നുമില്ല, നശിക്കുകയും ചൊല്ലൊന്നുമില്ല. മനുഷ്യനും നാശമില്ല. മനുഷ്യൻ 33 വർഷമായിട്ട് സ്വർഗത്തിൽ 33 വർഷമേ കാലാകാല ഒരുത്ത മരിക്കോളെ ചൊന്നോണ്ട് കാലാകാല അങ്ങനെ കാലാകാലോണ്ട് ഒത്ത ചൊന്നെങ്കിൽ എത്ര വർഷമാവും? മരിക്കോളൊത്ത് ചൊന്ന ആയെങ്കിലും സ്വർഗത്തിന് ഉണ്ടാക്കുക സാധ്യയില്ല. അങ്ങനത്തെ സ്വർഗ ആ സ്വർഗത്തിൽ 33 വർഷമായിട്ട് ഇവിടെ പോയിട്ടുണ്ടായെങ്ക അത് 34 ആവുകില്ല, 35 ആവുകില്ല, 32 കയറിയിട്ട് ഇപ്പറ പറകൂല്ല. 33 വയസ്സായിട്ടേ സ്വർഗത്തില് കാലാകാല. അവിടെ നാശയില്ല, അവിടെ ദുർഗന്ധയില്ല. ഒരു മരത്തിൽ റുമാൻ ഒരു ദാളിമ്പ് തിന്നണോണ്ട് ഒരു മനുഷ്യൻ ആസബന്ധുണ്ടായെങ്ക അവന്റെ മുട്ടത്തില് അവനക്ക് ഉപയോഗിക്കുമ്പോ അവന് എവിടെ ഉണ്ടോ അവിടെ ഇങ്ങനെ പണ്ടോ ആ മരത്തിൽ ഒരു റുമ്മറ് ദാളിമ്പ എടുത്തിട്ട് തിന്നിട്ടുണ്ടായെങ്ക ആ തവണ ഒന്നര കൊയിഞ്ഞിട്ടാകുമ്പോ അവിടെ പിന്നുന്ന അപ്പമേ അവിടെ ഫിറ്റിംഗ് ആവിടോ, കൊറടിയാവില്ല. എന്നെ കൊടുന്നിട്ട് അവിടെ വെച്ചാ അതൊരു പാതി തിന്നിട്ട് ഒരു പക്കത്തിൽ വെച്ചാ അത് ചീഞ്ഞു പോണ്ടില്ല, അത് നാശയില്ല.